ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഗിഫ്റ്റ് സെറ്റിങ്ങൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്, അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയി അവിടുന്ന് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് വരാവുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മഴ ചോരുന്നവരെ ഷോപ്പിൽ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഈ മഴയത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇടങ്ങാറായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഫൈനലി നമ്മൾ രാത്രിയായപ്പോൾ ഞാൻ ഗിഫ്റ്റ് സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഗിഫ്റ്റിനും ടാഗ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 37 റിട്ടേൺ ഗിഫ്റ്റാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ 37 ടാഗ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. മെയിനായിട്ട് താങ്ക് യു കാർഡാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചാർട്ട് പേപ്പർ ഇതേ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ച് ഹോൾഡറും ഉണ്ട്, ഇതേപോലെ ഒരു ഹോൾട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പെന്ന് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വാട്ടർ കളറിന് എഫക്റ്റ് വരും, അതായത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ 2 ഫ്ലവേഴ്സും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സ് കുറച്ച് ദിവസം മുന്നേ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ കൺഫേം ആക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും മെസ്സേജ് അയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തലേ ദിവസമാണ് കേട്ടോ ഒരു മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഗിഫ്റ്റ് സെറ്റാക്കണമെന്ന്. അപ്പോൾ ഞാൻ ശരിക്കും ഓർഡർ എടുക്കണമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫൈനലി ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസമായി ഓർഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അപ്പോൾ ഈ ഒരു ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 37 ടാഗ്സും ഇതേപോലെ ഡിസൈൻ ചെയ്ത് നമ്മളെ പേജിൻ്റെ നെയിമും അതുപോലെ തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നല്ല പണിയായിരുന്നു കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഷീറ്റും കാര്യങ്ങളും ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 15-17 സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവരെ കുടുംബസംഗമത്തിന് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അതും പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ടീമിനും ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗേൾസിന് വേണ്ടിയിട്ട് വേറെ ഗിഫ്റ്റും ബോയ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 to 50 വരെ ഏജ് ഗ്രൂപ്പാണ് കേട്ടോ നമ്മൾ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്കും ഓരോ ടൈപ്പ് ഗിഫ്റ്റാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കുകയാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഉപകാരപ്പെടുന്നതും പിന്നെ അവർക്ക് ചെറിയൊരു മൊമെൻറ്റ്സിൽ ഓർക്കാനൊക്കെ പറ്റിയ ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബർത്ത്ഡേ അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ്.
അപ്പോൾ എന്താ പറയുക, ഇത് ഫൈനലി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് 4 മണി 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തന്നെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് അത്രയും എഫേർട്ട് എടുത്തിട്ട് അന്നേരം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം റാപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ടാഗുമ്മൽ കെട്ടാൻ വേണ്ടിയിട്ട് റിബണും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതും ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ടാഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാം തന്നെ ഇതേപോലെ പല കളേഴ്സിൽ പിന്നെ എന്താ പറയുക, ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരച്ച് റെഡിയാക്കിയിട്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ ടാഗ് എടുത്തിട്ടും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച റിബണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താ പറയുക, ഇതുപോലത്തെ ഓർഡേഴ്സല്ല, എല്ലാ ഓർഡേഴ്സും എടുക്കുന്ന സമയത്തും വളരെയധികം ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹാപ്പി മൊമെൻറ്റിൽ നമുക്കും ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ഹാപ്പിയുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ വർക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുള്ളത്. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ബാക്കി വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. ഏതൊരു വർക്ക് കഴിഞ്ഞാലും മസ്റ്റാണ് ഒരു ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഞാൻ രാവിലെ തന്നെ പോയി എല്ലാം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത് വെളിച്ചമൊക്കെ കുറവായിരുന്നു കേട്ടോ, മഴയായതുകൊണ്ട് തന്നെ. അപ്പോൾ മാക്സിമം കിട്ടുന്ന രൂപത്തിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.